വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തില്ലെന്ന് നേതൃയോഗത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്നു ലീഗ് നേതാക്കൾ. പുനഃസംഘടനയിൽ കേന്ദ്ര നിയമം പാലിക്കുമെന്ന സത്യവാങ്മൂലം ലീഗ് നിലപാടല്ലെന്നും വിശദീകരണം. ബോർഡ് പുനഃസംഘടന വരുമ്പോൾ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും നിയമപോരാട്ടം തുടരുമെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. അതിനിടെ വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം രംഗത്തെത്തി. സർക്കാർ നിലപാട് ദുരൂഹമെന്നും BJP നേതാവിന്റെ ഹർജിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നും മുഖപത്രമായ സിറാജിൽ വിമർശനമുണ്ട്. PS രഞ്ജിത്തോട് കൂടുതൽ വിവരങ്ങളുമായി. PS രഞ്ജിത്ത്, വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തിളയ്ക്കുകയാണ്. കൗതുകകരമായ കാര്യം, ഇതൊന്നും വഖഫ് മന്ത്രി ആഴത്തിൽ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ തങ്ങൾ ഉറച്ചു നിൽക്കില്ല എന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി പറയുക, എന്നിട്ട് ഒടുവിൽ വെട്ടിലാവുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറയുക, അതാണോ ഇപ്പോൾ സംഭവിക്കുന്നത് രഞ്ജിത്ത്? ഡോക്ടർ, ഇന്നലെ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ അവർ വിലയിരുത്തിയത് സർക്കാരിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, മെച്ചപ്പെട്ട രീതിയിൽ സർക്കാർ പോകുമ്പോൾ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഒരു നിലപാടും അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റൊരു നിലപാടുമാണല്ലോ. ഇപ്പോൾ വഖഫ് ബോർഡ് വിഷയത്തിലാണെങ്കിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ പോയി, അധികാരത്തിൽ വന്ന ശേഷം ഹൈക്കോടതിയിൽ അതേ കാര്യങ്ങൾ നടപ്പാക്കും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമോ ഒന്നും ഇന്നലെ നൽകിയില്ല. അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ്, കോടതിയിലുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയം ഇന്നലെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയായിരുന്നു. നേതൃയോഗത്തിൽ നേതാക്കന്മാർ മറുപടി കൊടുത്തത് ലീഗിന്റെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും, ഒരു തരത്തിലും അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പരിഗണനയും ഉണ്ടാവില്ല, അതൊരിക്കലും പരിഗണിക്കില്ല, സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നിരുന്നു. ആ വിമർശനത്തിന് മറുപടിയായി കൂടിയാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് നേതാക്കന്മാർ മറുപടി പറഞ്ഞത്. ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഉമീദ് ആക്ടിന്റെ 14ാമത്തെ സെക്ഷൻ പ്രകാരം മാൻഡേറ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷനും പാലിക്കും എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ പാലിക്കില്ല എന്നുള്ളതാണ് ലീഗ് നേതൃയോഗത്തിൽ അവർ കൊടുത്തിട്ടുള്ള ഉറപ്പ്. മാത്രമല്ല, ഈ സത്യവാങ്മൂലത്തെക്കുറിച്ച് ലീഗ് നേതൃത്വത്തിന് വലിയ ധാരണയില്ല. അത് മാത്രമല്ല, നേതൃത്വത്തിന് മാത്രമല്ല വഖഫിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് പോലും അക്കാര്യത്തിൽ കൃത്യമായ അറിവുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ സമസ്ത അതിന് വലിയ വിമർശനവുമായി രംഗത്തെത്തി. സമസ്തയുടെ മുഖപത്രമായിട്ട് സുപ്രഭാതത്തിലാണ് വിമർശനം ഉണ്ടായത്. ഇന്നിപ്പോൾ കാന്തപുരത്തിന്റെ മുഖപത്രമായിട്ടുള്ള സിറാജും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ സർക്കാർ നിലപാടിനെ വിമർശിക്കുന്നത്. ദുരൂഹമായ നിലപാട് എന്നാണ് സിറാജിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. മാത്രമല്ല, BJPയുടെ നിലപാടിന് അനുകൂലമായ നിലപാട് UDF സർക്കാർ സ്വീകരിച്ചു. അത് ജനഹിതത്തിന് വിരുദ്ധമാണ്, ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന് വിരുദ്ധമായി UDF സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സിറാജിന്റെ വിമർശനം. ഓക്കെ, PS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വഖഫ് മന്ത്രി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം CPM ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്.